നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വിവാദങ്ങൾക്കിടയിൽ 19 സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ. തീരുമാനം പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച. 1971 ഭൂനിയമ ഭേദഗതി ഹൈക്കോടതി സംശയിക്കുകയും നിയമസാധുതയെ ചോദ്യം ചെയ്തതും നിർഭാഗ്യകരമാണെന്ന മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ആധികാരിക രേഖയില്ലാതെ പട്ടയം നൽകുന്നത് സ്റ്റേ ചെയ്തതിലൂടെ പട്ടയം ലഭിക്കാനുള്ളതും പട്ടയം ലഭിച്ചതിനും നിയമസാധുത നഷ്ടപ്പെടും. 52 വർഷത്തിന് ശേഷമാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നും ജോയ്സ് ജോർജ്. ശബരിമല തീർത്ഥാടനത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് നാളെ 13 വയസ്സ്. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയ 102 അയ്യപ്പ ഭക്തർ മരിച്ചത് തിക്കിലും തിരക്കിലും പെട്ട. കമ്പമെട്ട് മന്തിപ്പാറ തമിഴ്നാട് വനമേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് മന്തിപ്പാറയിലുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചിലെ പാസ്റ്ററായ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി പറമ്പിൽ തെക്കേതിൽ എബ്രഹാം. മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇദ്ദേഹത്തിന്റെ മകൻ. വിശദമായ വാർത്തകളിലേക്ക്. വിവാദങ്ങൾക്കിടയിൽ 19 സ്ഥാനം രാജിവെക്കാനൊരുങ്ങി കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ. പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് തീരുമാനം. നഗരസഭാ അധ്യക്ഷ രാജിവെക്കാത്തതിനെ തുടർന്ന് UDF-ലും കോൺഗ്രസിലും തർക്കം രൂക്ഷമായിരുന്നു. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും ഉണ്ടാക്കിയ ധാരണപ്രകാരം ആദ്യം 3 വർഷം അധ്യക്ഷ സ്ഥാനം I ഗ്രൂപ്പിനും തുടർന്ന് 2 വർഷം A ഗ്രൂപ്പിനുമാണ്. ഉപാധ്യക്ഷ സ്ഥാനം 3 വർഷം A ഗ്രൂപ്പിനും തുടർന്ന് 2 വർഷം I ഗ്രൂപ്പിനും നൽകാനായിരുന്നു ധാരണപ്രകാരം ഡിസംബർ 28-ന് 3 വർഷം പൂർത്തിയായി. അധ്യക്ഷയും ഉപാധ്യക്ഷനും ഒന്നിച്ച് രാജിവെച്ചാൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകും. ഇതൊഴിവാക്കാൻ ഉപാധ്യക്ഷൻ രാജിവെച്ച പുതിയ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ അധ്യക്ഷ രാജിവെക്കുന്നതിനായിരുന്നു തീരുമാനം. തുടർന്ന് പുതിയ ഉപാധ്യക്ഷനെ തെരഞ്ഞെടുത്തെങ്കിലും നഗരസഭാ അധ്യക്ഷ രാജിവെച്ചില്ല. ഇതോടെയാണ് ഗ്രൂപ്പ് തലത്തിലും വിവിധ നേതാക്കന്മാർ തമ്മിലും തർക്കം രൂക്ഷമായത്. എന്നാൽ വിവാദങ്ങൾ അവസാനിപ്പിച്ച് 19 രാജിവെക്കുമെന്ന് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചൊറിയാൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് 25/7/2022 ഞാൻ സ്ഥാനമേറ്റു. എനിക്ക് പറഞ്ഞിരിക്കുന്ന 1.5 വർഷം പൂർത്തീകരിക്കുന്നത് 25/1/2024 നേതൃത്വമായിട്ട് ആലോചിച്ചതിന് ശേഷം ഈ 19-ാം തീയതി എൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെക്കുന്നതാണ്. അതായത് എനിക്ക് അനുവദിച്ചിരിക്കുന്ന 1.5 വർഷത്തിനകം തന്നെ ഞാൻ രാജി സമർപ്പിക്കുകയാണ്. നഗരസഭാ മുൻ അധ്യക്ഷ ബീന ജോബി രാജിവെക്കാത്തതിനെ തുടർന്ന് മുന്നണിക്കുള്ളിലും പാർട്ടിയിലുമുണ്ടായ പൊട്ടിത്തെറികൾ ആവർത്തിക്കുന്ന അവസ്ഥയും ഉണ്ടായി. സംഭവം മാധ്യമ വാർത്തയുമായി. ഇതേ തുടർന്നാണ് 19 രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ രംഗത്തെത്തിയത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ചിലയാളുകൾ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്ന് INTUC മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു. സംഘടനാ മര്യാദയില്ലാത്ത ആളുകളാണ് വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കോൺഗ്രസിൻ്റെ സംഘടനാ മര്യാദയും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും തിരിച്ചറിയേണ്ട ആളുകൾ അതല്ലാത്ത രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ പൊതുജന മധ്യത്തിൽ UDF-നെയും കോൺഗ്രസിനെയും അപമാനിക്കുന്നതിന് വേണ്ടി ആ ഗൂഢശ്രമം നടത്തുന്ന ആളുകൾ അതിൽ നിന്ന് പിന്തിരിയണം. പാർട്ടി വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ പോകുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവന്ന് നഗരസഭയ്ക്കും കോൺഗ്രസ് പാർട്ടിക്കും വളരെ മികച്ച രീതിയിൽ പേരുണ്ടാക്കിയെടുക്കുന്നു. അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കൗൺസിലർമാരെന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഭരണ സംവിധാനത്തിലിരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടിയിലും പറഞ്ഞിട്ടില്ല, പൊതുജനത്തിലും പറഞ്ഞിട്ടില്ല. അപ്പം നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രവർത്തനത്തെ അവരർഹിക്കുന്ന രീതിയിൽ അവരെ ആ സ്ഥാനത്തു നിന്ന് പടിയിറക്കി വിടാനുള്ള ശ്രമം പാർട്ടി നടത്തണം. അല്ലാതെ ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അവരെ പൊതുജന മധ്യത്തിൽ തിരിച്ചറിയിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 1971 ഭൂനിയമ ഭേദഗതി ഹൈക്കോടതി സംശയിക്കുകയും നിയമസാധുതയെ ചോദ്യം ചെയ്തതും നിർഭാഗ്യകരമാണെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ആധികാരിക രേഖയില്ലാതെ പട്ടയം നൽകുന്നത് സ്റ്റേ ചെയ്തതിലൂടെ പട്ടയം ലഭിക്കാനുള്ളതും പട്ടയം ലഭിച്ചതിനും നിയമസാധുത നഷ്ടപ്പെടും. 52 വർഷത്തിന് ശേഷമാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നും ജോയ്സ് ജോർജ് കട്ടപ്പനയിൽ പറഞ്ഞു. കൈവശക്കാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് അനുമതി നൽകുന്ന 7-ാം ചട്ടത്തിൻ്റെ നിയമസാധുത
1960 ഭൂപതിവ് നിയമത്തിൻ്റെ ലംഘനമാണ് എന്ന തരത്തിൽ സംശയിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ജില്ലയിൽ കൈവശക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആധികാരിക രേഖകളൊന്നുമില്ലാതെ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കുന്ന നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് 1971 ചട്ടത്തിലുണ്ടാക്കിയ ഭേദഗതിയുടെ സംശയമാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ചട്ടം നിർമ്മിച്ച് 52 വർഷങ്ങൾക്കിപ്പുറേ ചട്ടത്തിൻ്റെ സാധുത മൂല നിയമം 1960 പതിവ് നിയമം ആ നിയമത്തിലെ വ്യവസ്ഥകളുമായി ചേർന്ന് പോകുന്നതല്ല എന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. ജില്ലയിൽ കൊടുത്തിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുതയും കൊടുക്കാനുള്ള പട്ടയങ്ങളുടെ സാധ്യതകളെയും എല്ലാം ബാധിക്കുന്ന തരത്തിലൊരു വിഷയമാണ്. ഇത് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു അനുഭവം നിയമനിർമ്മാണം അത് ഏറ്റവും കൃത്യതയോടുകൂടിയും വ്യക്തതയോടുകൂടിയും നടത്തേണ്ട ഒന്നാണ്. ശബരിമല തീർത്ഥാടനത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് ഞായറാഴ്ച 13 വയസ്സ്. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയ 102 അയ്യപ്പ ഭക്തരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. 3 ലക്ഷത്തിലേറെ പേർ അന്ന് പുല്ലുമേട്ടിൽ എത്തിയെന്നാണ് കണക്കുകൾ. 2011 ജനുവരി 14 രാത്രി 7:30 മകരജ്യോതി ദർശിച്ച് മടങ്ങിയവരാണ് പുല്ലുമേട് ഉപ്പുപാറയിൽ അപകടത്തിൽപ്പെട്ടത്. വാഹനം പ്രവേശിക്കാതിരിക്കാൻ പുല്ലുമേട്ടിലെ കുന്നിൻ ചെരുവിൽ പോലീസ് കിട്ടിയ ചങ്ങലയിൽ തട്ടി തീർത്ഥാടകർ മറിഞ്ഞു വീണു. തിക്കിലും തിരക്കിലും പെട്ടും മറ്റുള്ളവരുടെ ചവിട്ടേറ്റുമാണ് ഏറെപ്പേരും മരിച്ചത്. 3 ലക്ഷത്തിലേറെ പേരാണ് അന്ന് പുല്ലുമേട്ടിൽ എത്തിയതെന്നാണ് കണക്കുകൾ. വെളിച്ചക്കുറവും അശാസ്ത്രീയ പാർക്കിങ്ങും പോലീസുകാരുടെ എണ്ണത്തിലുണ്ടായ കുറവുമാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത്. മരിച്ചവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരായിരുന്നു. ദുർഘടമായ വനപാതയായതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. ആദ്യം കുമളി പോലീസും പിന്നീട് കോട്ടയം ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. ദുരന്തത്തിന് കാരണം വിവിധ വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണെന്ന് ജസ്റ്റിസ് NR ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല. ദുരന്തത്തിന് ശേഷം ഇവിടേക്ക് എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇത്തവണ മകരവിളക്കിന് ഇടുക്കി ജില്ലാ ഭരണകൂടം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ദുരന്തത്തിന്റെ ഓർമ്മകൾ തീർത്ഥാടകരെ പുല്ലുമേട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നു. കമ്പംമെട്ട് മന്തിപ്പാറ തമിഴ്നാട് വനമേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മന്തിപ്പാറയിലുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചിലെ പാസ്റ്ററായ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി പറമ്പിൽ തെക്കേതിൽ എബ്രഹാമാണ് മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മകനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. കമ്പംമെട്ട് മന്തിപ്പാറ മുരിക്കിങ്കലിന് സമീപമുള്ള തമിഴ്നാട് വനമേഖലയിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ പശുവിനെ തീറ്റാൻ പോയ സമീപവാസിയായ ശ്രീജിയാണ് ആദ്യം മൃതദേഹം കണ്ടത്. പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു മൃതദേഹം. മന്തിപ്പാറ കൊച്ചിറ റോഡിൽ നിന്നും ഏകദേശം 30 മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് മൃതശരീരം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം ലൈറ്ററും പ്ലാസ്റ്റിക് കുപ്പി ഉരുകിയ നിലയിലും കണ്ടെത്തിയിരുന്നു. കമ്പംമെട്ട് വണ്ടൻമേട് സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് കമ്പം ഗൂഡല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മൃതദേഹം തമിഴ്നാട് തേനി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കട്ടപ്പന സ്വദേശി PJ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകം പ്രകാശനം ചെയ്തു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പുതിയ തലമുറയ്ക്കുള്ള വഴികാട്ടിയായി കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന പുസ്തകം മാറിത്തീരുമെന്ന് മന്ത്രി പറഞ്ഞു. PJ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത്. പുതിയ തലമുറയ്ക്കുള്ള വഴികാട്ടിയായി കണ്ണകി മുതൽ കൊലുമ്പൻ വരെ എന്ന പുസ്തകം മാറിത്തീരുമെന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത് ഒരു നല്ല പുതിയ തലമുറയ്ക്കുള്ള ഒരു വഴികാട്ടിയും പഴയ അനുഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു രേഖയുമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഇത് എത്തിച്ചേർന്ന് ഇതിനെ അനുഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി അദ്ദേഹം നടത്തിയ നിർവഹണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്യമായ ഒന്നാണ്. ഒരു ആയുസ് കാലഘട്ടത്തിൽ തൻ്റെ പ്രവൃത്തി നാടിനോടുള്ള സേവനം പ്രതിബദ്ധത അതിനെ രേഖപ്പെടുത്തുവാനും അത് ലിഖിതമാക്കുവാനും ഒരു വ്യക്തി ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുന്നത് ആ നാടിനോടും ചെയ്ത പ്രവൃത്തിയോടുമുള്ള പൂർവ്വത്തിലുള്ള സത്യസന്ധതയുടെ തെളിവാണ്. ധാരാളം കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ധാരാളം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇതിനുവേണ്ടി പണിപ്പെട്ടിട്ടുണ്ടാവും. അത് നേടിയെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്
നിങ്ങളെവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി പുസ്തക പ്രകാശനം അറിയിക്കുന്നു. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളിൽ പുറത്തുനിന്നുള്ളവർ വിധികർത്താക്കളാകുന്നുവെന്നും നാടിന്റെ ചരിത്രം അറിയുന്നവർ നടത്തുന്ന രേഖപ്പെടുത്തലുകൾക്ക് പ്രസക്തിയുണ്ടെന്നും MP പറഞ്ഞു. മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ചരിത്ര പഠനത്തിന്റെ അനിവാര്യത എന്ന വിഷയം അവതരിപ്പിച്ചു. ഭൂതകാലത്തെ പഠിച്ചുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്തെ മനസ്സിലാക്കാനാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക ചരിത്ര പഠനത്തിന് നമ്മെ തിരിച്ചറിയുന്നതിന് വലിയ പങ്കുണ്ട്. ഇടുക്കിയുടെ പ്രതിസന്ധി മറികടക്കാൻ ചരിത്രമറിയുകയും പൊതുബോധത്തെ തിരുത്തുകയും വേണമെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി അധ്യക്ഷനായിരുന്നു. PS രാജൻ, ജോയി വെട്ടിക്കുഴി, KS മോഹനൻ, S ജ്യോതിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ 28 വരെ CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് നയിക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥയും 29 ആയിരങ്ങൾ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാഹന പ്രചരണ ജാഥയും സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നത്. പട്ടികജാതിയിൽ നിന്നും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവരുടെ ജനസംഖ്യ 30 ലക്ഷത്തോളമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവർക്ക് കേരള PSC ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ പോലും 1% സംവരണം മാത്രമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദീർഘനാളുകളായി ഈ വിഭാഗത്തിന് സംവരണം ആവശ്യപ്പെട്ട നിരവധി നിവേദനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയെങ്കിലും അവ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചേരമ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന വ്യാപകമായി തുടർ പ്രക്ഷോഭത്തിന് ആരംഭം കുറിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. പട്ടികജാതിയിൽ നിന്നും പരിവർത്തനം ചെയ്ത് ക്രിസ്തുമതം സ്വീകരിച്ച ഈ 30 ലക്ഷത്തോളം വരുന്ന ജനതയ്ക്ക് 1% സംവരണമാണ് നമുക്ക് ഇന്നുവരെ മാറി മാറി വരുന്ന സർക്കാരുകൾ നമുക്ക് തന്നിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനോട് കാണിക്കുന്ന വിദ്വേഷവും അത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് ഉപരോധം അടക്കം അതിന് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൻപിച്ച സമരപരിപാടികളോട് മുന്നോട്ട് പോകാനാണ് CSDS തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 15 ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിൽ നിന്നും രാവിലെ 10 ആരംഭിക്കുന്ന ജാഥ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. വാഴൂർ സോമൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പുമാർ, പാസ്റ്റർമാർ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ രംഗത്തെ പ്രമുഖർ സംസാരിക്കും. ഇടുക്കി, കോട്ടയം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലാണ് ജാഥ ആദ്യഘട്ട പര്യടനം നടത്തുകയെന്നും നേതാക്കൾ പറഞ്ഞു. ജനുവരി 15 ഇടുക്കി ജില്ലയിൽ പീരുമേട്ടിൽ നിന്നാണ് ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണ പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വാഹന റാലി ആരംഭിക്കുന്നത്. ഇവിടുത്തെ മുഴുവൻ ദളിത് ക്രൈസ്തവർക്കും 1% ഉള്ള സംവരണമല്ല, പ്രത്യേക സംവരണ പാക്കേജ്. അത് നമുക്കറിയാം, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിന് ഉചിതമായ ഒരു നിയമം എടുക്കണമെന്നാണ് CSDS ഈ റാലിയിൽ ആവശ്യപ്പെടുന്നത്. ഈ മാസം 15 ഏലപ്പാറയിൽ നിന്നും ആരംഭിച്ച് കുമളി, അണക്കര, നെടുങ്കണ്ടം അങ്ങനെ തുടങ്ങിയ മേഖലകളിൽ ചുറ്റി കട്ടപ്പനയിലെത്തുകയും പിറ്റേ ദിവസം 16 ഇടുക്കി ജില്ലയിലെ മറ്റ് മേഖലകളിൽ കടന്ന് തൊടുപുഴയിൽ പര്യവസാനിക്കുകയും ചെയ്യുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ യാത്രയാണ് ഇടുക്കി ജില്ലയിലൂടെ കടന്നു പോകുന്നത്. ജനുവരി 29 രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന മാർച്ചും തുടർന്ന് ധർണയും നടത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശശി തരൂർ MP, കൊടിക്കുന്നിൽ സുരേഷ് MP, ജോസ് കെ മാണി MP, പന്ന്യൻ രവീന്ദ്രൻ, ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രോപൊലിത്ത, ബിഷപ്പ് ഡോക്ടർ ലെവി ജോസഫ് ഐക്കര, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, ഡോക്ടർ റോബിൻസൺ ഡേവിഡ് തുടങ്ങിയവർ സംസാരിക്കും. കട്ടപ്പനയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സണ്ണി കണിയാമറ്റം, മോബിൻ ജോണി, ബിജു പൂവത്താനി, ബിനു കാഞ്ഞിരത്തിങ്കൽ, PA അനൂപ് എന്നിവർ പങ്കെടുത്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനവും ടീച്ചേഴ്സ് ഓഫ് ദി ഇയർ അവാർഡ് ദാനവും യാത്രയപ്പ് സമ്മേളനവും കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ടീച്ചേഴ്സ് ഓഫ് ദ ഇയർ അവാർഡ് ദാനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടി UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒന്നാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ആവിർഭാവം. കേരളത്തിലെ
പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ തന്നെ ഒരു രൂപവും ഭാവവും മാറ്റി ഒന്നാണ് ആ ഹയർ സെക്കൻഡറി സംവിധാനം. എന്നാൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നിലവാരത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓരോ സമൂഹത്തിലെ വിദ്യാഭ്യാസ നിലവാരം, ആ നിലവാരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായാൽ അത് ആ ഒരു തലമുറയുടെ തന്നെ വളർച്ചയെയും പുരോഗതിയെയും ദോഷകരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീച്ചർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോസമ്മ സെബാസ്റ്റ്യന് ജോയി വെട്ടിക്കുഴി അവാർഡ് കൈമാറി. ഇതോടൊപ്പം എക്സലൻസ് അവാർഡിന് അർഹത നേടിയ ചെമ്മണാർ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഉപഹാരം നൽകി. യാത്രയപ്പ് സമ്മേളനം കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന 7 പ്രിൻസിപ്പൽമാരെയും 12 അധ്യാപകരെയും യോഗത്തിൽ ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിസോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് സെബാസ്റ്റ്യൻ, ജിജി ജോർജ്, സലോമി ജോസഫ്, മാർട്ടിൻ ജോസഫ്, സിജോ ജോസ്, സിബി ജോസ്, നോബിൾ ജോസഫ്, ഉഷസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ ഉത്സവ സീസൺ കഴിഞ്ഞിട്ടും സഞ്ചാരികളുടെ തിരക്ക് ഒഴിയുന്നില്ല. ഇതോടെ മണിക്കൂറുകളാണ് പാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളെത്തിയ ചെറുതും വലുതുമായ വാഹനങ്ങൾ റോഡിൽ കിലോമീറ്ററുകൾ ദൂരത്തിൽ കുടുങ്ങിക്കിടന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ ഇടുക്കി വാഗമണ്ണിൽ ഉത്സവ സീസൺ കഴിഞ്ഞിട്ടും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നതായി DTPC അധികൃതർ ശനിയാഴ്ച 4 മണിക്ക് വാഗമണ്ണിൽ അറിയിച്ചു. മുൻപ് ഉത്സവ സീസണിലും മറ്റും ഉണ്ടായിരുന്ന വലിയ തിരക്ക് ഇപ്പോൾ ശനി, ഞായർ, മറ്റ് അവധി ദിവസങ്ങളിലും തുടരുകയാണ്. ക്രിസ്തുമസ്, പുതുവത്സര സീസണിൽ വലിയ തിരക്കായിരുന്നു വാഗമണ്ണിൽ അനുഭവപ്പെട്ടത്. ഇതിനുശേഷവും തിരക്കിന് കുറവ് വന്നിട്ടില്ല. സഞ്ചാരികളുടെ കടന്നുവരവ് DTPCക്ക് മികച്ച വരുമാനം നേടിത്തരുന്നുണ്ടെങ്കിലും രൂക്ഷമായ ഗതാഗത കുരുക്കിൽ സഞ്ചാരികളുടെ സമയം നഷ്ടമാവുകയാണ്. ഇതോടെ പലർക്കും വാഗമണിനെ പൂർണ്ണതോതിൽ ആസ്വദിക്കാൻ കഴിയാതെ മടങ്ങി. വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതോടെ ദീർഘനേരം കിലോമീറ്ററുകൾ ദൂരത്തിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഇതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വിനോദസഞ്ചാരികൾക്ക് പുറമെ സ്വദേശികളും KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും പ്രതിസന്ധിയിലായി. പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനപ്പെരുപ്പം ഉദ്യോഗസ്ഥർക്കും തലവേദന സൃഷ്ടിച്ചു. പ്രധാനമായും പാതയ്ക്ക് വീതിയില്ല എന്നതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം. വലിയ 2 വാഹനങ്ങൾ കടന്നുവന്നാൽ കഷ്ടിച്ചു മാത്രമേ മറികടന്നു പോകുവാൻ സാധിക്കൂ. സഞ്ചാരികളെ ആകർഷിക്കാൻ വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും റോഡ് വികസനത്തിന് നാളിതുവരെയായി വേണ്ട ശ്രദ്ധ നൽകിയിട്ടില്ലെന്നാണ് ആക്ഷേപം. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന പാതകൾ വീതി കൂട്ടിയെങ്കിൽ മാത്രമേ അവധി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സാധിക്കൂ. ഇനിയുള്ള അവധി ദിവസങ്ങളിലും വാഗമണിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണും പ്രതിപക്ഷ കൗൺസിലറും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാകുന്നു. പൊട്ടനിൽ ലോട്ടറി അടിച്ചതുപോലെയാണ് ഷൈനി സണ്ണി ചെറിയാന് ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചതെന്ന് കൗൺസിലർ ഷാജി കൂത്തോടിയിൽ വിമർശിച്ചു. ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെയാണ് അംഗനവാടികൾക്ക് തറക്കല്ലിട്ടതെന്നും ഷാജി കൂത്തോടിയിൽ പറഞ്ഞു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ നടത്തിയ ഒരു പരാമർശത്തിന് ഒരു മറുപടി പറയണമെന്ന് പല പ്രാവശ്യം 2-3 തവണയായി പുള്ളിക്കാരി പേരെടുത്ത് നമ്മളെ അവഹേളിക്കുന്ന രീതിയിൽ പല പരാമർശങ്ങൾ നടത്തി. പക്ഷേ പലപ്പോഴും എന്നോട് പത്രക്കാർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതിന് മറുപടി പറയുന്നുണ്ടോ. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന ഒരു സ്ത്രീ ഒട്ടൊന്ന് ലോട്ടറി അടിച്ച പോലെ ചെയർപേഴ്സണായി. അത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ കാണിക്കണ്ടേ, എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. ഒരു വെപ്രാളം, ആ വെപ്രാളമാണ് ഇതിനെല്ലാം കാരണം. നമ്മളെല്ലാം കേട്ടതാണ് നവംബർ 14 എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അംഗൻവാടി പിള്ളേർക്ക് പോലും അറിയാം ശിശുദിനമാണെന്നും അത് ആരുടെ ജന്മദിനത്തിലാണ് വെക്കുന്നതെന്നും ഒക്കെ. പക്ഷേ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ അതറിയില്ലായിരുന്നു. നമ്മൾ ഈ ചാനൽ കൂടി എല്ലാം കണ്ടതാണ്. അപ്പോൾ പൊട്ടത്തരം ആരാ പറയുന്നതെന്നുള്ളവരും ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. പിന്നെ അംഗൻവാടിയുടെ കാര്യം, സാധാരണ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ചെയർപേഴ്സൺ പഠിക്കട്ടെ. ആ സ്ഥലത്ത് അംഗൻവാടി പണിയാൻ സാധിക്കുമോ, ആ സ്ഥലം അംഗൻവാടി പണിയുന്നതിന് ഉചിതമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണ്ടത്. അതില്ലാതെ അംഗൻവാടി ഉദ്ഘാടനം തറക്കല്ലിടാൻ പറ്റുമോ? സാമാന്യ ബുദ്ധിക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലേ. അപ്പോൾ ആർക്കാണ് വിവരം അല്ലെങ്കിൽ ബോധമില്ലാത്തതെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ മുഴുവൻ
കട്ടപ്പന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വിവരക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ ചെയർപേഴ്സണെ സ്റ്റേജിലിരുത്തി പൊരിച്ചതാണ്. നമ്മൾ ചാനലുകാരെല്ലാം കേട്ടതല്ലേ. അതുപോലെ തന്നെ നമ്മുടെ നത്തുകല്ലിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന പൊതുപ്രവർത്തകനായിരുന്ന മണിയാശാൻ ചെയർപേഴ്സൻ്റെ പ്രസംഗം, അന്ന് ചെയർപേഴ്സൺ അല്ല, മുനിസിപ്പൽ കൗൺസിലർ മാത്രമാണ്, പുള്ളിക്കാരി അന്ന് ശാസിച്ചു. ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന മുഖത്ത് നോക്കി മണിയാശാന് പറയേണ്ടി വന്നു. ആ സാഹചര്യം ചാനലുകാരും നാട്ടുകാരും എല്ലാം കണ്ട. അപ്പോഴെങ്കിലും ഞാൻ കരുതി ഈ പുള്ളിക്കാരിയുടെ കൂടെയുള്ള ആളുകൾ ആരെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്, ഇത് നമുക്ക് ഭൂഷണമല്ല, അതൊന്ന് തിരുത്തി കൊടുക്കുമെന്ന് കരുതി. പക്ഷേ UDF നേതാക്കന്മാർ പോലും ഈ പൊട്ടത്തലങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് നടത്തട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ 20 ഏക്കറിൽ നിന്ന് അത്രയും കേട്ടേച്ച് വന്നിട്ട് കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രസംഗിച്ചത് ഞാൻ 15 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് അതിലെടുത്ത് തിരിച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഇതാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നല്ലല്ലോ പൈസ കൊടുക്കുന്നത്. പ്ലാൻ ഫണ്ടാണ്, ഓൺ ഫണ്ട് പോലും അല്ല. പ്ലാൻ ഫണ്ട് കൊടുത്താണ് വർക്കുകൾ നടത്തുന്നത്. അതായത് സംസ്ഥാന ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിക്ക് അനുവദിക്കുന്ന ഫണ്ട് മാത്രം കൊടുത്ത് അത് ഞാൻ കൊടുത്തുന്ന ഒരു 100 പ്രാവശ്യം ഏതൊക്കെ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ബോധമില്ലാഴിക എത്രയാണെന്ന് ചാനലുകാർ മനസ്സിലാക്കട്ടെ. എനിക്ക് പുള്ളിക്കാരിയുടെ ബോധത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ പേഴ്സണലായിട്ട് ഉപദ്രവിച്ചാൽ ബാക്കിയും കൂടി ഞാൻ പറയേണ്ടി വരും. ജൽജീവൻ മിഷന്റെ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ആരംഭിച്ചു. അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലത്ത് നിന്നാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 25 കോടി രൂപ ചിലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ കുരിശുമല കുടിവെള്ള പദ്ധതിയെ ജൽജീവൻ പദ്ധതിയുമായി യോജിപ്പിച്ചാണ് പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഇരട്ടയാർ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയുടെ ആദ്യപടിയായാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്നത്. തുടക്കത്തിൽ അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ പഞ്ചായത്തുകളിലാണ് പൈപ്പുകൾ സ്ഥാപിക്കുക. 2 പഞ്ചായത്തുകളിലെയും മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കും വിധമാണ് പദ്ധതി. പദ്ധതിക്കായി സർക്കാർ 25 കോടി 70 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ടാങ്കുകളുടെ നിർമ്മാണം, പൈപ്പ് സ്ഥാപിക്കൽ എന്നിവയ്ക്കാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിക്കാണ് കരാർ. 2 വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് കരാറുകാരന്റെ ശ്രമം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരും പഞ്ചായത്തും കൂടെ ചേർന്നുകൊണ്ട് 28 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മുടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുന്ന എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കുടിവെള്ള ക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന കുറേയേറെ മേഖലകളുണ്ട്. അവിടെയെല്ലാം ശുദ്ധജലം 2025 എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കമിടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ മത സാമുദായിക നേതാക്കൾ, വാട്ടർ അതോറിറ്റി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുടിവെള്ള പൈപ്പിടുന്നത് ജൽജീവൻ മിഷൻ നിർത്തിവെച്ചു. ഉപ്പുതറ 10 ഏക്കർ റോഡിന്റെ ടാറിംഗ് വെട്ടിപ്പൊളിച്ച പൈപ്പിട്ടതാണ് നാട്ടുകാരുടെ പരാതിക്ക് കാരണം. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 10 ഏക്കറിലാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുടിവെള്ള പൈപ്പിടുന്നത് ജൽജീവൻ മിഷൻ അധികൃതർ നിർത്തിവെച്ചത്. ഉപ്പുതറ 10 ഏക്കർ റോഡിന്റെ ടാറിംഗ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടതാണ് പരാതിക്ക് കാരണം. നിർമ്മാണം തടയുകയും കളക്ടർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. ഈ ജലജീവൻ മിഷന്റെ പദ്ധതി എന്ന് പറയുന്ന കുടിവെള്ള പദ്ധതി അത് അത്യാവശ്യമാണ്, എത്ര നല്ലതായിട്ട് നടപ്പിലാക്കുകയും വേണം. പക്ഷെങ്കിൽ ഇത് ഈ പൊതു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് ഇവിടെ കാണുമ്പോൾ അറിയാം. ഓട കുഴിച്ചിട്ട് മൊത്തം മണ്ണും അവിടെ തന്നെ കൂന കൂട്ടിയിട്ടിരിക്കുക. അത് തന്നെയല്ല ഈ ടാറിങ്ങും പോയി. ഈ ടാറിങ്ങും ഈ ഇവർക്ക് ഓട കുഴിച്ചിട്ടുണ്ടെങ്കിൽ, ഓട അല്ലെങ്കിൽ കാന മാന്തിയിട്ടുണ്ടെങ്കിൽ ആ കാന കോൺക്രീറ്റ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ടാർ ചെയ്ത് തരികയോ ഉള്ള ഉറപ്പ് കിട്ടണം. അല്ലാതെ ഇവിടെ പണിയിക്കാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കാൻ കുറേ കാലങ്ങളായി. ഈ റോഡിൽ നന്നാക്കാൻ ആരുമില്ല. സ്കൂൾ ബസ്, 8ഓളം സ്കൂൾ ബസ്സുകൾ ഈ കഴിഞ്ഞ ദിവസം വന്ന് സ്കൂൾ ബസ് താന്നിട്ട് ഞങ്ങളാണ് അവിടെ കയറ്റിയത്. അതിൻ്റെ പടമെല്ലാം ഞങ്ങൾ ഇരിപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വന്ന് സ്കൂൾ ബസ്സുകൾ താന്നു. ദിവസം ഇതിപ്പോൾ കയറ്റിവിടാനേ താമയുള്ളൂ. ഇവരോട് പറഞ്ഞാൽ അവർ മനസ്സിലാക്കുന്നില്ല. പൈപ്പിട്ട സ്ഥലത്തെ കുഴിയിൽ സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ താഴുന്നത് പതിവാണ്. ഗുണഭോക്താക്കൾ താമസിക്കുന്നതിന് എതിർവശത്തെ റോഡിന്റെ ഭാഗത്താണ് പൈപ്പിടുന്നത്. ഇതുമൂലം കണക്ഷൻ നൽകാൻ നിരവധി സ്ഥലങ്ങളിൽ റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരുന്നു. റോഡിന് തകരാറുണ്ടാകാതെ പൈപ്പിടാൻ സൗകര്യമുണ്ട്. എന്നിട്ടും റോഡ് വെട്ടിപ്പൊളിച്ചെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. തകരാർ പറ്റിയ ഭാഗം സഞ്ചാരി യോഗ്യമാക്കണമെന്നും റോഡിന് കേടുവരാതെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കട്ടപ്പന പൊന്നിക്കവല പ്ലാമൂട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 4,25,000 രൂപ മുതൽ മുടക്കിലാണ് റോഡിന്റെ കോൺക്രീറ്റ് വർക്കുകൾ നടത്തുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടെ പ്രദേശവാസികളുടെ ഏറെ നാളായുള്ള യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുക.
20 ഏക്കർ പൊന്നിക്കവല പ്ലാമൂട് റോഡ് ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്നു. എസ്റ്റിമേറ്റ് തുകയായ 4,25,000 രൂപ മുതൽ മുടക്കിയാണ് നിലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. റോഡിലെ 89 മീറ്റർ ദൂരമാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്യുക. ചില ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. യാത്രാ ദുരിതം രൂക്ഷമായതോടെയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. മലയോര ഹൈവേയുടെ നിർമ്മാണം കൂടി നടക്കുന്നതിനാൽ ചെറുവാഹനങ്ങൾക്ക് എളുപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന വഴി കൂടിയാണിത്. പ്ലാമൂട് പൊന്നിക്കവല റോഡിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡിന് നമ്മൾ 4,25,000 രൂപയാണ് ഫണ്ട് വെച്ചിരുന്നത്. 91 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലുമാണ് ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളിൽ വീതി കൂട്ടിയെടുക്കേണ്ടി വന്നതിനാൽ 89 മീറ്റർ മാത്രമേ ഇപ്പം നടത്താൻ സാധിച്ചുള്ളൂ. ആയതിനാൽ അടുത്ത കോൺക്രീറ്റുമായിട്ട് കൂട്ടിമുട്ടുന്നതിന് സാധിച്ചിട്ടില്ല. അത് ഉടൻ പരിഹരിക്കുന്നതിന് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ 20 ഏക്കർ പൊന്നിക്കവല റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെയധികം ആശങ്കയോടെയാണ് ജനങ്ങളും അതോടൊപ്പം ഞാനും നോക്കിക്കണ്ടിരുന്നത്. 10 ലക്ഷം രൂപയാണ് അതിന് പ്രോജക്റ്റ് വെച്ചിരുന്നത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും കോൺട്രാക്ടറോട് സംസാരിച്ചപ്പോൾ എത്രയും വേഗം തന്നെ അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ ടാറിങ് പ്രവൃത്തികളും ഉടനടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 20 ഏക്കർ താലൂക്ക് ആശുപത്രി റോഡും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനു വേണ്ടി ടെൻഡർ നടപടികൾ പൂർത്തിയായതായും നഗരസഭാ കൗൺസിലർ ലീലാമ്മ ബേബി പറഞ്ഞു. എത്രയും വേഗം തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ടാറിംഗ് ഇളകി യാത്രാക്ലേശം നേരിടുന്ന കാഞ്ചിയാർ പേഴുങ്കണ്ടം കൊച്ചുചേന്നാട്ട് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. നവീകരണത്തിനായി തുക വകയിരുത്തിയതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ആവശ്യം. കാഞ്ചിയാർ മുതൽ പേഴുങ്കണ്ടം വരെയുള്ള റോഡിന് തക്ക സമയത്തുള്ള നവീകരണം നടത്താറുണ്ടെങ്കിലും പേഴുങ്കണ്ടം കൊച്ചുചേന്നാട്ട് റോഡ് നിർമ്മിച്ചതിനു ശേഷം നവീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ 1/2 കിലോമീറ്റർ ഭാഗം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. ഈ ഭാഗത്ത് സ്ഥിരമായി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുള്ളതായും പ്രദേശവാസികൾ പറയുന്നു. ഇതിനകത്ത് 1.5 കിലോമീറ്റർ വഴിയുള്ളതിൽ 3/4 കിലോമീറ്റർ കുഴപ്പമില്ല. 3/4 കിലോമീറ്റർ വഴിയൊന്ന് തവിട് പൊടിയായിട്ട് കിടക്കാം. ഇവിടെ കഴിഞ്ഞ വർഷം ഒരാൾ വണ്ടി അവിടെ മരിച്ചു. മിക്കവാറും സ്കൂട്ടി ഇവിടെ സ്ഥിര സംഭവം അവിടെ ഒത്തിരി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ ഇത് ഞങ്ങൾ പല പ്രാവശ്യം പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടും ഉടനെ ടാർ ചെയ്തേക്കാം. പക്ഷേ ഒരു നടപടി ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. ദിവസേന 6 സ്കൂൾ ബസ്സുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ കൊച്ചുചേന്നാട്ട് വഴി എത്തുന്നുണ്ട്. ഇതിനു പുറമെ കക്കാട്ടുകടയിൽ നിന്ന് പേഴുങ്കണ്ടത്തിന് വരേണ്ടവരും ഇതേ റോഡാണ് ഉപയോഗിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ നിന്ന് പള്ളിക്കോല നിങ്ങോട്ട് പോരുന്ന വഴി അഞ്ചുരളി കൊച്ചേന്നാട്ടുകോല റോഡ് ചന്ദ്രൻകോല പോകുന്ന വഴി മൊത്തം പോയി കിടക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നല്ലതുണ്ട്. ബാക്കിയുള്ളിടത്തുള്ള 2 വീലറുകാർക്ക് പോലും പോകത്തില്ല. പല പ്രാവശ്യം 2 വീലർ മറിഞ്ഞു വീഴുന്ന അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യത്തിന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ ഇതൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് മനുഷ്യജീവൻ രക്ഷിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് 13 ലക്ഷം രൂപ നവീകരണത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ കാലതാമസമില്ലാതെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കട്ടപ്പന നഗരസഭ വാർഡ് തലത്തിലെ ആദ്യ തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം കടമാക്കുഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണിച്ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടമാക്കുഴി രാജീവ് ഗാന്ധി ദശലക്ഷം ഭവന പദ്ധതി കോളനിയിലാണ് നഗരസഭാ വാർഡ് തലത്തിലുള്ള ആദ്യ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. ജനസമൂഹം അണുകുടുംബ സംസ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം എന്ന ആശയം പരിപൂർണമായി പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുവെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ പറഞ്ഞു. നമ്മുടെ വസ്തുക്കൾ, അതായത് ഭക്ഷണമാകാം അല്ലെങ്കിൽ പച്ചക്കറികളാകാം, അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഒരിടത്ത് കൊണ്ടുവന്ന് കളയാനോ അല്ലെങ്കിൽ അതിനൊരു വേസ്റ്റ് എവിടെയും കളയാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്കില്ല. കാരണം നമുക്കറിയാം 2-2.5 സെൻറ്റ് സ്ഥലം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കോളനിയാണ്. അപ്പം പ്ലാസ്റ്റിക്കുകളും കുപ്പിച്ചില്ലുകളും ഒഴിച്ച് അഴുകുന്ന എന്തു സാധനങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടിടാം. അത് ഒരു വളമായി മാറുന്നതിന് നമുക്ക് ഇനോക്കുലമുണ്ട്. അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് അത് ചെയ്താൽ ശകലം പോലും സ്മെല്ലില്ലാതെ ഒരു 5-6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ റീയൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള വളമായിട്ട് നമുക്കത് കിട്ടും. അന്നേരം നമ്മളത് നോക്കേണ്ടത് ആരാണോ അത് കൈകാര്യം ചെയ്യുന്നത് അത് കറക്റ്റായിട്ട്, ഇപ്പം നമ്മുടെ ആരോഗ്യ വിഭാഗം പറയുന്നത് പോലെ ഏതളവിലാണോ നമുക്ക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയും എത്ര അളവിലാണോ ഇനോക്കുലം അതിൽ തളിക്കുകയും ചെയ്യേണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. കാരണം അത് കറക്റ്റായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ വരുന്ന ദൂഷ്യം എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് വീടുകളുണ്ട്. അപ്പം നമുക്കിത് ഗുണത്തെക്കാളേറെ ദൂഷ്യം ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും തന്നെ ശ്രദ്ധിക്കണം.
നമ്മൾ അഴുകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടാവുള്ളൂ. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർമാരായ സജിമോൾ ഷാജി, ഷജി തങ്കച്ചൻ, ഉദ്യോഗസ്ഥരായ ജിൻ സിറിയക്, സൗമ്യമോൾ, സാബു കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാനാത്വത്തിൽ ഏകത്വം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ ഭാഷകൾ, വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ എന്നിവയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നെടുങ്കണ്ടം പച്ചടി ശ്രീനാരായണ LP സ്കൂളിൽ പൊങ്കൽ ആഘോഷം സംഘടിപ്പിച്ചു. പച്ചടി സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പൊങ്കൽ ആഘോഷം നടത്തിയത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി 13 തുടങ്ങി 4 ദിവസങ്ങളിലായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. അതാത് തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതി അവസാനിക്കുന്നു. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസങ്ങളുമുണ്ട്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതിനാൽ മകരസംക്രാന്തി എന്നും ഇതിന് പേരുണ്ട്. വേവിച്ച അരി എന്നാണ് പൊങ്കൽ എന്ന പദത്തിന്റെ അർത്ഥം. ഇത് തമിഴരുടെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ്. സ്കൂൾ PTA അംഗമായ മോനിഷയുടെ നേതൃത്വത്തിലുള്ള രക്ഷകർത്താക്കൾ സ്കൂളിൽ വന്ന് കോലം വരയ്ക്കുകയും പൊങ്കൽ തയ്യാറാക്കുകയും ചെയ്തു. ആഘോഷ പരിപാടികൾക്ക് സ്കൂൾ മാസ്റ്റർ PK ബിജു അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ സജി ചാലിൽ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ശാഖായോഗം സെക്രട്ടറി മണിക്കുട്ടൻ, സ്കൂൾ PTA പ്രസിഡന്റ് പ്രസന്നകുമാർ കൊല്ലംപറമ്പിൽ, MPTA പ്രസിഡന്റ് ബിജി മരിയ ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 47ാമത് വാർഷികം നടന്നു. മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചത്. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു K മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകനും കവിയുമായ ആന്റണി മുനിയറ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത എഴുതുന്നത്. സ്നേഹസേന എന്ന് പറയുന്നൊരു മാസിക മുടങ്ങാത്ത കൊട്ടത്തിൽ വായിക്കുന്നത് സിസ്റ്റർ 15 വയസ്സായിരുന്നു സ്നേഹസേന കഴിയില്ല. അത് കൊടുക്കാൻ കഴിയുകയില്ല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴേ ഈ കടമെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഒരുമിച്ച് ഈ പൈസ കണ്ടതാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, പോലെ ഈ പൈസ കൊണ്ടായിരുന്നു വായിച്ചാൽ മതി. അങ്ങനെ 6ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഈ സ്നേഹസേന മുടങ്ങാതെ വായിച്ചു. 9ാം ക്ലാസ് വെച്ചിട്ട് ആദ്യം വലിയൊരു കവിതയും എഴുതിനെ കുറിച്ചിട്ടാണ്. വെള്ളം വെളിച്ചമാണ് എന്നിൽ നിന്നും വെള്ളി വിളക്ക് പോയി ഞാനെന്നതും ദുഃഖങ്ങളൊക്കെ സ്വരൂപിച്ചു വെച്ചതും പരിശുദ്ധ ദീപമാണ് ഞാനെന്നത് ആരറിയാൻ. കരഞ്ഞു കരഞ്ഞു ഞാൻ വെളിച്ചം വിവരിക്കും, കരഞ്ഞു കരഞ്ഞു ഞാൻ നയിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ചുറ്റുവട്ടത്തിലെ പ്രായമായവരെല്ലാം മെഴുകുതിരികളാണ്. എൻ്റെ പള്ളികൾ വികാരിച്ച് മെഴുകുതിരിയാണ്. എനിക്ക് സ്നേഹസേന മുടങ്ങാതെ കൊണ്ടുവന്ന് തന്ന സിസ്റ്റർ മെഴുകുതിരിയാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാവരും മെഴുകുതിരികളാണ്. കുറേശ്ശെ അവരിങ്ങനെ ഉരുക്കി വെളിച്ചം പൊടിച്ച് നമുക്ക് അറിവ് പറ്റും. ഇവിടെ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയത് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ച ജേക്കബച്ചനാണ്. ഗിന്നസ് റെക്കോർഡ് ജേതാവ് വിവേക് രാജ് മുഖ്യ അതിഥിയായിരുന്നു. വാർഷികത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സജി തോമസ് നെല്ലിവീട്ടിൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ
സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഹരീഷ് വിജയൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജോസ് വർഗീസ്, സ്കൂൾ ലീഡർമാരായ മിലൻ കെ ഷാജി, ലക്ഷ്മി നന്ദന പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. വാഗമൺ വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും സംഘടിപ്പിച്ചു. തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയുടെ കവാടമണ്ണിൽ കുടിയേറ്റ കാലത്തിലെ വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയമാണ് വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ. 1949 ആരംഭിച്ച 1958 UP സ്കൂളായും 1968 ഹൈസ്കൂളായും ഉയർത്തിയ വെള്ളിക്കുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിന്റെ ആദ്യ SSLC ബാച്ച് മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ വീണ്ടും സ്കൂൾ അങ്കണത്തിൽ എത്തിച്ച സമ്മേളനം സംഘടിപ്പിച്ചത്. പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും അക്ഷരമുറ്റത്ത് ഒത്തുകൂടിയതിന്റെ സന്തോഷത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. പഴയകാല ഫോട്ടോകളും പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് നിർവഹിച്ചു. സേവനം നടത്തുന്ന അല്ലെങ്കിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും ഈ പഴയ കലാലയത്തിലേക്ക് കടന്നു വന്ന് പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു വലിയ സുദിനമാണ് ഇന്ന് നമുക്ക് ഈ ഒത്തുചേരലിലൂടെ നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ വടക്കേക്കര യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോ സെബാസ്റ്റ്യൻ, ഫാദർ കുര്യൻ ഇരിപ്പുഴിക്കൽ, PTA പ്രസിഡന്റ് MJ ഡയസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനോയ് ജോസഫ്, ജോമി കെ വർഗീസ്, മുൻ ഹെഡ് മാസ്റ്റർ കുര്യാക്കോസ് ജോർജ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് പുറ്റടിയിൽ സംഘടിപ്പിച്ചു. ജില്ലയിലെ 16 സ്കൂളുകളിൽ നിന്നുള്ള 250ഓളം കുട്ടികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ലോകമെമ്പാടും പ്രചാരത്തിലുള്ള ആയോധന കലയായ കരാട്ടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന സ്ഥാപനമാണ് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ ഡോ ഇന്ത്യ. ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന ഷിറ്റോ റിയോ കരാട്ടെ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് 16 സ്കൂളുകളിൽ നിന്നുള്ള 250ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പുറ്റടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പാരിഷ് ഹാളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ അഡ്മിൻ രതീഷ് രാമൻ അധ്യക്ഷനായിരുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ ജീവിത ശൈലികൾക്ക് രോഗങ്ങൾക്കൊക്കെ മാറ്റം വരുന്ന രീതിയിൽ കരോട്ട ഒരു മുഖ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ആയുധ കലകൾക്ക് ഉപരിയായി കരോട്ട നമ്മുടെ ഒരു ശാരീരികമായ വളർച്ചയ്ക്കും ആരോഗ്യപരമായ വളർച്ചയ്ക്കും അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ആ രീതികൾ മാറിയിട്ട് കായികപരമായിട്ടും കലാപരമായിട്ടുമുള്ള വളർച്ചകൾ നമ്മുടെ കഴിവുകൾ കുട്ടികളിൽ നിന്ന് വളർത്തിയെടുക്കുന്നതിന് ഒരു മുഖ്യ പങ്കാളിത്തം തന്നെ കരോട്ടയുണ്ട്. ചക്കുവെള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, പുറ്റടി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ KT ജേക്കബ് കോർപ്പിസ്കോപ്പ, വർഗീസ് KS, അഗസ്റ്റിൻ M, മാത്യു ജോസഫ്, ഷാഹിദ് VM, കിരൺ ദേവ്, നോബിൾ സെബാസ്റ്റ്യൻ, ഷീജ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും പുരസ്കാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ് ഇടുക്കിയിലെങ്ങും. തേയിലച്ചെരുവുകളെ പതഞ്ഞെത്തുന്ന കോടമഞ്ഞിന്റെ കാഴ്ച. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടുക്കിയിൽ മലനിരകളെ പുതഞ്ഞെത്തുന്ന കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടുതലാണ്. ഇടയ്ക്കിടെ പെയ്ത പെരുമഴ ഇത്തവണ ഇടുക്കിക്ക് സമ്മാനിച്ചത് ജനുവരിയിലും മഞ്ഞിൻ കാഴ്ചകളാണ്. മൂന്നാർ പിന്നിട്ട് മറയൂരിലേക്കുള്ള യാത്രയിൽ തേയിലച്ചെരുവുകളെ തഴുകി മൂടുന്ന കോടമഞ്ഞ് എപ്പോഴും കൂട്ടിനെത്തും. മറയൂർ കഴിഞ്ഞ് കാന്തല്ലൂർ എത്തിയാൽ കാഴ്ചകൾ കൂടുതൽ മാറും.
പകൽ സമയത്തും കടുത്ത മൂടൽമഞ്ഞ. ദൂരക്കാഴ്ചകൾ മറച്ച കോടമഞ്ഞ് കാന്തല്ലൂരിന്റെ കാർഷിക പെരുമയ്ക്കുമേൽ നിലയുറപ്പിച്ചിരിക്കുന്നു. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നല്ല മഞ്ഞുവീഴ്ചയാണ്. കൂടാതെ കാന്തല്ലൂരിന് ബെസ്റ്റ് ടൂറിസം അവാർഡ്, ബെസ്റ്റ് ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചതോടെ വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിനോദസഞ്ചാരികൾ എത്തുന്നത്. പണ്ടൊക്കെ മൂന്നാറ് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാന്തല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് ഒത്തിരി ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. കാരണം ഇവിടെ പഴം, പച്ചക്കറി ഉൾപ്പെടെ ശർക്കര, മറയൂർ ശർക്കര ഉൾപ്പെടെ ഒട്ടേറെ അനുഭവങ്ങളും കാഴ്ചകളും ഉള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വിനോദസഞ്ചാരി എത്തുന്നത്. പൊതുവെ പ്രത്യേകിച്ച് ഇവർ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രത്തോളം മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടത്. പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു മാസമായി സൂര്യോദയം കാണാത്ത സാഹചര്യത്തിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നത്. കൂടാതെ മഴയും, തമിഴ്നാട്ടിലെ മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ അതിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ കാണപ്പെടുന്നുണ്ട്. കാന്തല്ലൂരിലും മൂന്നാറിലും മാത്രമല്ല, രാമക്കൽമേട്ടിലും ചതുരംഗപ്പാറയിലുമെല്ലാം കോടമഞ്ഞ വിസ്മയം തീർക്കുന്നുണ്ട്. മഴയുള്ള ദിവസങ്ങളിൽ രാത്രിയാത്ര പോലും ദുഷ്കരമാകുന്ന വിധമാണ് തമിഴ്നാട് അതിർത്തി മേഖലയിലെ കോടമഞ്ഞിന്റെ സാന്നിധ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലൂട്ട് 92, വിൽപ്പനയ്ക്ക് വന്നത് 21,643, വിൽപ്പന നടന്നത് 19,556, കൂടിയ വില 1,956, ശരാശരി വില 1,553. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,550, ഏലം ശരാശരി വില 1,350, കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,800 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വിവാദങ്ങൾക്കിടയിൽ 19 സ്ഥാനം രാജിവെക്കാനൊരുങ്ങി കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ. തീരുമാനം പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച. 1971 ഭൂനിയമ ഭേദഗതി ഹൈക്കോടതി സംശയിക്കുകയും നിയമസാധുതയെ ചോദ്യം ചെയ്തതും നിർഭാഗ്യകരമാണെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. ആധികാരിക രേഖയില്ലാതെ പട്ടയം നൽകുന്നത് സ്റ്റേ ചെയ്തതിലൂടെ പട്ടയം ലഭിക്കാനുള്ളതും പട്ടയം ലഭിച്ചതിനും നിയമസാധുത നഷ്ടപ്പെടും. 52 വർഷത്തിന് ശേഷമാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നും ജോയ്സ് ജോർജ്. ശബരിമല തീർത്ഥാടനത്തെ കണ്ണീരിലാഴ്ത്തിയ പുല്ലുമേട് ദുരന്തത്തിന് നാളെ 13 വയസ്സ്. മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട്ടിലെത്തിയ 102 അയ്യപ്പ ഭക്തർ മരിച്ചത് തിക്കിലും തിരക്കിലും പെട്ട. കമ്പമെട്ട് മന്തിപ്പാറ തമിഴ്നാട് വനമേഖലയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് മന്തിപ്പാറയിലുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചിലെ പാസ്റ്ററായ പത്തനംതിട്ട ചിറ്റാർ സ്വദേശി പറമ്പിൽ തെക്കേതിൽ എബ്രഹാം. മൃതദേഹം തിരിച്ചറിഞ്ഞത് ഇദ്ദേഹത്തിന്റെ മകൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.